അപ്പോൾ അതേണ്ട ഏട്ടക്കൂരിയാണ്. ഏട്ടക്കുരി ഇന്നലെ രാത്രിയിലാണ് കിട്ടിയത്. ഒത്തിരി ലേറ്റ് ആയിപ്പോയി. അപ്പോൾ അതുകൊണ്ട് ആർക്കും ശരിയാക്കാൻ വയ്യായിരുന്നു. അപ്പം ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കാനാണ്. എനിക്ക് അത്ര പിടുത്തമൊന്നുമില്ല. അപ്പം നമുക്ക് ഏട്ടക്കുരി ഒന്ന് വറുത്ത് പൊരിച്ച് ഇങ്ങോട്ട് അടിക്കാൻ പോകാം. അപ്പോൾ ഓക്കെ, കണ്ടില്ലേ? അടിപൊളി. ഒരു ഉമ്മയും കൊടുത്തതാണ്. അങ്ങനെ വളരെയധികം കഷ്ടപ്പെട്ട് നമ്മൾ തൊലിയൊക്കെ ഇരിച്ചെടുത്തിട്ടുണ്ട്. ഈ മുളകും ഒക്കെ ചേർത്ത് അങ്ങോട്ട് എണ്ണയിലും കൊണ്ട് പൊരിച്ചെടുക്കാം. ബാക്കിയുണ്ട്, അത് നമ്മൾ അമ്മയെ ഏൽപ്പിച്ച്. നമ്മളെ കൊണ്ട് പറ്റുമെന്ന് തോന്നുന്നില്ല. അപ്പോൾ അമ്മയാകുമ്പോൾ അതിൻ്റെ നാക്കിനങ്ങ് ചെയ്തോളും. അപ്പോൾ അതുകൊണ്ട് ഇവനെ അങ്ങോട്ട് റെഡിയാക്കാം. അപ്പോൾ നമ്മൾ കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പും ഒക്കെ ഇട്ട് സെറ്റ് ചെയ്യുന്നുണ്ട്. പച്ചക്കുരുമുളക് അരയ്ക്കണമെന്നായിരുന്നു, പക്ഷേ പച്ചക്കുരുമുളകില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഉണങ്ങി പൊടിച്ച കുരുമുളക് ഇട്ടേക്കുന്നത്. അപ്പോൾ അതങ്ങോട്ട് മിക്സ് ചെയ്ത് പുരട്ടി അങ്ങോട്ട് വെക്കാം. അപ്പോൾ നമ്മൾ ഇതിനകത്തോട്ട് ഇച്ചിരി വെളുത്തുള്ളി ഇഞ്ചിയും കൂടെ ചതച്ചെടുത്തുകൊണ്ട് ഇടുന്നുണ്ട്. അപ്പോൾ അതങ്ങോട്ട് സെറ്റ് ചെയ്ത് നമുക്ക് തേച്ചങ്ങോട്ട് പിടിപ്പിക്കാം. അങ്ങോട്ട് തേച്ചങ്ങോട്ട് പിടിപ്പിക്കാം. തേച്ചാൽ ഫുൾ ഉഡായ്പ പരിപാടിയാണ്. 4-5 മീൻ കിട്ടിയിട്ട് അതിലൊരെണ്ണം മാത്രം കണ്ടോ, രാവിലെ ചോറിന് കൊണ്ടാൻ വേണ്ടി ഒരെണ്ണം മാത്രം വെട്ടി സെറ്റ് ആക്കുക. ഇത് വെട്ടി വെട്ടാൻ പാടല്ലേ? എനിക്ക് അറിയത്തുള്ളൂ. ബാക്കി അമ്മ ഏൽപ്പിച്ച് ഇത് ചെയ്യാൻ നമുക്ക് തടി തപ്പാം. അതിൽ വെള്ളം കയറിയോണ്ട് പ്രയോജനമുണ്ട് ഇല്ലേ? മീൻ ഇങ്ങനെ ഇടയ്ക്ക് പിടിക്കാം. ഇന്നെന്തായാലും വെയില, മഴയൊക്കെ കഴിഞ്ഞെന്ന് തോന്നുന്നു. മാറിയാൽ മതിയായിരുന്നു. എഴുന്നേറ്റ് ഇനിച്ചു വന്നോ ചോദിച്ചു, ആ സംസാരിക്കുന്ന മീനിൻ്റെ തല എന്തിയേ? ഇന്നലെ പിടിച്ചോണ്ട് വന്നപ്പോൾ ജീവൻ ഉണ്ടായിരുന്നല്ലോ, തല കാണുന്നില്ലല്ലോ എന്നാ കുഞ്ചു ചോദിക്കുന്നേ. രണ്ടടേ അപ്പം എന്താണ്ട് ഇവനെയൊക്കെ അങ്ങോട്ട് പെരട്ടി കുരുമുളകും മുളകും എല്ലാം ഇട്ട് അങ്ങോട്ട് സെറ്റാക്കി വെച്ചേക്ക്. ഇനി അങ്ങോട്ട് വറുത്തെടുത്തോണ്ട് പൊതിക്കകത്ത് വെച്ച് കൊണ്ടുപോകും. കഴിച്ചാൽ മതി. ആഹാ, അടിപൊളി. കുഞ്ചിനെ കണ്ടപ്പോഴത്തേക്ക് അവൾ രാവിലെ ഇറങ്ങി തള്ള ഫോണും പിടിച്ചു. അവൾ അതിൻ്റെ മൊബൈൽ വെട്ടി തല വെട്ടിച്ചോണ്ട് പോകും. കുഞ്ചു സ്കൂളിൽ പോണ്ടായോടി? കുഞ്ചിന് ഈ തവണ ഞങ്ങൾ UKG ചേർത്തിരിക്കുകയാണ്. കുഞ്ചു ഇനി സ്കൂളിൽ പോകണം. അങ്ങനെ അതേണ്ട നമ്മൾ മീനെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഞങ്ങളുടെ നോൺ സ്റ്റിക്കിൻ്റെ പാത്രം കണ്ടിട്ട് ആരും ഒന്നും പറയല്ലേ, ഇത് പഴയതാണ്. നമ്മളുള്ളത് വെച്ച് നമ്മുടെ ഉള്ളതുപോലെ എടുക്കണം, അല്ലയോ? പിന്നല്ലാതെ എബിമോൻ ഇന്ന് ഈ മീൻ വറുത്ത് തന്നെ തിന്നിട്ടേ പോത്തോളം പറഞ്ഞിരിക്കാം. അവനവൻ തന്നെ വെട്ടി തന്നെ കഴിച്ചിട്ട് ഇപ്പോൾ പോവും. എൻ്റെ അമ്മയ്ക്ക് ഞാൻ ചെറിയ പണി കൊടുത്തിട്ടുണ്ട്. രാവിലെ ഒരെണ്ണം ഞാൻ കഷ്ടപ്പെട്ട് സെറ്റാക്കി. ബാക്കി ഏട്ടക്കുരിയുടെ ശരിയാക്കാൻ വേണ്ടി അമ്മയുടെ ഇല കൊടുത്തേക്കുന്നത്. അമ്മയുണ്ട് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അമ്മേ, എങ്ങനെയുണ്ട് അമ്മേ മീൻ? കഷ്ടപ്പാടുണ്ടോ? കയ്യെ കൊള്ളാതെ ചെറിയ അങ്ങ് എടുത്തമ്മേ, കുഴപ്പമൊന്നുമില്ല. അപ്പം അമ്മയ്ക്കാകുമ്പോൾ അതിൻ്റെ നേക്കൊക്കെ ഉണ്ട്. ഞാൻ രാവിലെ 1 മണിക്കൂർ കിടന്ന് കഷ്ടപ്പെട്ടിട്ടാണ് അതിൻ്റെ തൊലി തന്നെ പറിച്ചെടുത്ത്. നമുക്കതിന് പിടുത്തമില്ലല്ലോ, അങ്ങനെ കണ്ടിട്ട് കഴിച്ചിട്ടുള്ള ശീലമല്ലേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് അമ്മയും കൊണ്ട് നമ്മൾ സെറ്റ് ചെയ്യുകയാണ്. ഒരെണ്ണം ഞാൻ എടുത്തേണ്ട വറുത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഏട്ടക്കുരി കിടന്ന് ഇങ്ങനെ മൂത്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പോയി 2 കരിയാപ്പില ഇട്ടു. ഞങ്ങൾ അങ്ങനെ ഇടത്തില്ല, വീഡിയോ എടുക്കുവാണെങ്കിൽ ഞാൻ ചുമ്മാ കൊണ്ട് നിൽക്കാം. കരിയാപ്പിലയൊക്കെ കൊണ്ടിട്ടിട്ടുണ്ട് ഒരു ഡെക്കറേഷന്. കുഞ്ചു, നമുക്ക് ഇന്നലത്തെ മീനാ ഈ പരിവാക്കി നമ്മൾ. അവൾക്ക് ഭയങ്കര സങ്കടമായിരുന്നു, വെള്ളം ഒഴിച്ചിട്ട് പറഞ്ഞു. മീൻ കഴിക്കണേ? അടിപൊളി മീനടി, സൂപ്പറാ. മീനെന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ കളിക്കുന്നത് എൻ്റെ ഇവളാ. കുതിരപ്പുറത്ത് കിടക്കുക. കുഞ്ചു പറയും ഒരു പാട്ടൊക്കെ പാടാമെന്ന്. അപ്പം കുഞ്ചു ഇപ്പോൾ ഒരു പാട്ട് പാടാൻ പോകണേ. കുഞ്ചു പാടി. കുഞ്ചു അപ്പോൾ നമ്മുടെ ഏട്ടക്കുരി ഓക്കെ ആയിട്ടുണ്ട്. പിന്നെ നമുക്ക് കഴിച്ചു തുടങ്ങാം. അപ്പോൾ അടിപൊളി. ഉപ്പ അടിപൊളി. കുരുമുളകിൻ്റെ ഒക്കെ ഒരു ഇത് കിട്ടിയിട്ടുണ്ട്. സൂപ്പറായിട്ടുണ്ട്. അടിപൊളി മീനാണ്. അപ്പോൾ ഓക്കെ.